മന്ത്രി വീണ ജോർജിന്റെ ഡൽഹി യാത്രയും ക്യൂബൻ അത്താഴവിരുന്നുമാണ് ഇപ്പൊ ചർച്ചാ വിഷയം. ഇപ്പുറത്ത് ഒരു സ്ഥലത്ത് ആശാ വർക്കേഴ്സ് നിരാഹാര സമയം, കരച്ചില്, കണ്ണുനീര്, മറ്റൊരിടത്ത് അത്താഴവിരുന്നു. ഈ പട്ടി ചന്തയ്ക്ക് പോയി എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? പട്ടിക്കറിയത്തില്ലല്ലോ എന്തിനാ പോയത്, ചന്തയ്ക്ക് പോയത് തിരിച്ചു വന്നു. അങ്ങനൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. പോയത് ആളിനെ എന്തിനാന്ന് അറിയത്തില്ല, അവിടെ ചെന്ന് എന്താണ് നടത്തേണ്ടതെന്നുള്ളത് ഒരു ആശാപ്രവർത്തകർക്ക് വേണ്ടിയാണ് വീണ ജോർജ് പോയിരിക്കുന്നത്. കുറച്ചു മുമ്പുള്ള പ്രസ്താവന അങ്ങനെ തന്നെയാണ്. അല്ല, ഞാൻ ഒരു മലയാളത്തിലെ ഒരു ചൊല്ലാണ് പറഞ്ഞത്, ആരെയും നായെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വീണ ജോർജ് ക്യൂബ അത്തരത്തിലുള്ള ആഗോള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യട്ടെ. ആശാപ്രവർത്തകരുടെ കാര്യങ്ങൾ കേരളത്തെ ആഗോള തരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആഗോള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാണ്. ചുമ്മാ വെറുമൊരു MLA-യോ മന്ത്രിയോ ഒന്നും അല്ലെന്ന് ആലോചിക്കണം. 2016-ലും 2021-ലും മത്സരിച്ച് വിജയിച്ചു. 2019-ൽ പാർലമെൻറ്റിൽ മാത്രം തോറ്റുപോയി. ഒന്നുമല്ലെങ്കിൽ പിണറായിയെ പറ്റി ഇത്രയും പുകഴ്ത്തുന്നത് വേറെ ആരുണ്ട്? നിയമസഭയിൽ ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്, ആടി ഉലയില്ല എന്നൊക്കെ പറഞ്ഞത് ആരാണ്? നമ്മുടെ വീണ ജോർജ് അല്ലേ. വീണ ജോർജ് ഡൽഹി പോയത് എന്തിനാണ്? ഈ ആശാപ്രവർത്തകരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനെന്നുള്ള. അങ്ങനെ ആയിക്കൊള്ളട്ടെ. അങ്ങനെ ആകുമ്പോൾ ആരെയെ കാണേണ്ടത്? കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണണം, JP നദ്ദ. നദ്ദ എന്താ അവിടെ വേറെ പണിയില്ലാതിരിക്കുകയാണോ? ഇവരങ്ങോട്ട് കയറി ചെല്ലുന്ന ഉടനെ വാ ഇരിക്കുക, സംസാരിക്കാൻ. മാർക്കറ്റിൽ പോകുന്നു, അല്ല മീൻ വാങ്ങിക്കാൻ പോകുന്നത് പോലെ അങ്ങോട്ട് എല്ലാം വാങ്ങിക്കാൻ തിരിച്ചു വരിക. ഒരു സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയുമായിട്ട് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി കാര്യങ്ങൾ ചർച്ച ചെയ്യണം. പക്ഷെ അതിൻ്റെതായ സമയവും കാര്യങ്ങളും ഒക്കെ തീർച്ചപ്പെടുത്തി വേണ്ടേ പോകാൻ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഈ പറഞ്ഞത് പട്ടി അന്തയ്ക്ക് പോയ പോലെ ആയി എന്ന് പറഞ്ഞത്. അതായത് ഇദ്ദേഹം കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി, ഒപ്പം ഈ BJP-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ്. BJP എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു പാർട്ടിയാണ്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ രാജ്യത്തെ പ്രസിഡന്റ് കൂടിയാണെന്നുള്ള ഓർക്കണം, ആ പാർട്ടിയുടെ. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി. അപ്പോൾ ഇദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി സമയം തീർച്ചപ്പെടുത്തണ്ടേ? സഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ഈ അവസരത്തിൽ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തിയിട്ട് വേണം ചെല്ലാൻ. KV തോമസ് എന്ന് പറയുന്ന ഒരു പുങ്കവൻ ഡൽഹിയിലുണ്ടല്ലോ. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇനി സ്ഥാനമാനങ്ങളില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ CPM-ൽ പിണറായിയുടെ കാല് കഴുകി, പിണറായിയുടെ വീട്ടിലും തിരുത കൊടുത്ത്, തിരുത തോമസ് എന്നാണല്ലോ അറിയപ്പെടുന്നത്, കൊണ്ടുകൊടുത്ത് ഡൽഹിയിൽ വസിക്കുന്ന അദ്ദേഹമല്ലേ ഇതൊക്കെ തീർച്ചപ്പെടുത്തേണ്ടത്. അതിനുവേണ്ടിയാണ് ഡൽഹിയിലെ ഒരു ലൈസൺ ഓഫീസറാണ് KV തോമസ്. ഇവിടുന്ന് ചെല്ലുന്ന മന്ത്രിമാർക്കൊക്കെ മന്ത്രിമാരെ കാണാനുള്ള സൗകര്യങ്ങൾ, പിന്നെ സംസ്ഥാനവുമായിട്ടുള്ള ഡീലിങ്സ്, ഈ വക കാര്യങ്ങളൊക്കെ തീർച്ചപ്പെടുത്താനാണ് അവിടെ വച്ചിരിക്കുന്നത്. അദ്ദേഹം 10-30 ലക്ഷം രൂപ എല്ലാം കൂടെ മാസം വാങ്ങുന്നുണ്ടെന്നാണ് നമ്മുടെ CPM-ൻ്റെ സുധാകരൻ പറഞ്ഞത്. സുധാകരൻ എന്തും പറയും. എന്നിട്ട് സുധാകരൻ ചോദിച്ചില്ല, ഇയക്ക് 30 ലക്ഷം എല്ലാം കൂടെ കൊണ്ടുപോയി പുഴുങ്ങി തിന്നാനാണ് ആന്നോന്ന്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന് കിട്ടുന്ന MLA പെൻഷൻ 10-35,000 രൂപ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കോളേജ് അധ്യാപിക, അവരുടെ പെൻഷൻ, അതുകൊണ്ട് ജീവിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുധാകരൻ്റെ ജീവിതമല്ലല്ലോ KV തോമസിൻ്റെ ജീവിതം. ഫ്ലൈറ്റിനകത്തായിരിക്കും മുഴുവൻ സഞ്ചാരവും, ഭൂമിയിൽ കാലുകുത്തുന്നില്ല. അപ്പോൾ സാധാരണ ജനങ്ങളെക്കുറിച്ച് അറിയാത്ത ഒരാളാണ് അദ്ദേഹം. തന്നെ ഡൽഹിയിൽ എന്താ പറഞ്ഞത്? എനിക്കിവിടെ ആശാപ്രവർത്തകരെ കുറിച്ച് സംസാരിക്കാനല്ലേ, എനിക്ക് നിരവധി കാര്യങ്ങളുണ്ട് എന്നാണ് മാധ്യമപ്രവർത്തകരോട് തന്നെ പറഞ്ഞത്. നിരവധി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ നിരവധി കാര്യങ്ങൾ, പിണറായി വിജയനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ടാണ്. അത് എങ്ങനെ വേണമെങ്കിലും ആകാം. ആശാപ്രവർത്തകർ കേരളത്തിലെ അല്ല 10-26,000 പേര്. ഈ ആശാപ്രവർത്തകർ വിചാരിച്ചാൽ മതി മന്ത്രിസഭയിൽ തന്നെ പിടിച്ചു കുലുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഈ വീണ ജോർജിന് ഞാൻ ആലോചിക്കുന്നത് യാതൊരു ഉളുപ്പും ഇല്ലയോ എന്നുള്ളതാണ്.
ഇവർ ഒരു മാധ്യമപ്രവർത്തകയായിരുന്നു. ഈ വക കാര്യങ്ങളൊക്കെ സജീവമായിട്ട്, അല്ലെങ്കിൽ ഈ പ്രശ്നമല്ലെങ്കിൽ ഈ സമാനമായിട്ടുള്ള നിരവധി ജനകീയ പ്രശ്നങ്ങൾ ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ അവസരത്തിനനുസരിച്ച് മാറുന്ന ഒരു ഏർപ്പാടാണ്. തനി രാഷ്ട്രീയക്കാരെ പോലെയുള്ള സ്വഭാവമാണ് വീണ ജോർജ് കാണിച്ചിരിക്കുന്നത്. യഥാർത്ഥ രാഷ്ട്രീയക്കാരി ആയി മാറി എന്നുള്ളതാണ്. അതാണ് പത്മകുമാർ പിന്നെ പറഞ്ഞത്, വലിയ രാഷ്ട്രീയ പരിചയം ഇല്ല എന്ന് പറഞ്ഞത്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാകുന്നു രാഷ്ട്രീയ പരിചയമുണ്ട്. അതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ പലരും പലതരത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഡൽഹിയിൽ പോയത് ക്യൂബൻ ഉപപ്രധാനമന്ത്രി അവരുമായിട്ടുള്ള ചർച്ചയ്ക്ക്, മാർട്ടിനസ് ഡയസുമായിട്ടുള്ള ചർച്ച, ക്യൂബയിൽ എല്ലാവരും പോയിരുന്നല്ലോ. ഒപ്പം KN ബാലഗോപാൽ, വീണ ജോർജ്, അബ്ദുറഹിമാൻ എന്നിവരാണ് പോയിരിക്കുന്നത്. ഇത് വാക്സിനേഷൻ സംബന്ധം, അതായത് ക്യാൻസറിന് എതിരെയായിട്ടുള്ള വാക്സിനേഷൻ ക്യൂബയിൽ നിന്ന് വരുത്താനായിരിക്കാം. അതേപോലെ തന്നെ വേറെ എന്തുവായിരുന്നു, ഡെങ്കി ഫീവറിനുള്ള ഇത്, പിന്നെ മറ്റെന്തോ കൂടി ഇന്നത്തെ മാധ്യമത്തിൽ പറയുന്ന കേട്ടി. ഇതൊക്കെ നമ്മൾ അറിയുന്നില്ല, എന്തൊക്കെ ചർച്ചകൾ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ പോകുന്നു ഒന്നും സമൂഹത്തിന്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും കുപ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയുമ്പോഴാണ് പിന്നെ അവിടെ കിടന്ന് തകിടം മറിയുക. എന്തായാലും ക്യാൻസർ വാക്സിനേഷൻ ഇന്ന് വീണ ജോർജ് പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത കാലത്ത് മെഡിക്കൽ കോളേജിലെ RCCയിലെ പ്രവർത്തനങ്ങളും RCCയുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ചർച്ചാ വിഷയമായിരുന്നു. അതായത് ക്യാൻസർ പ്രതിരോധം എന്ന് പറയുമ്പോൾ RCCയിലോട്ട് ചെന്ന് ആദ്യം വീണ ജോർജ് ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോഴും ഇത്തരത്തിലും മെഡിസിനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജനങ്ങൾ എന്തോരം, കാരണം നമ്മൾ സാധാരണക്കാരാണ് RCC പോലുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ജനങ്ങൾ ഓരോ ക്യാൻസർ മെഡിസിൻസിൻ്റെയൊക്കെ വില അറിയാലോ. ഞാൻ തന്നെ 1-2 തവണ നേരത്തെ 2 കൊല്ലം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അവർക്ക് മെഡിസിൻ കിട്ടാനില്ല, എല്ലാം പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. ഇവിടെ കിട്ടുന്നത് തന്നെ വല്ല പാരസെറ്റമോളോ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ബാക്കിയെല്ലാം പുറത്തുനിന്ന്. തൊട്ടടുത്ത ഒരു മെഡിക്കൽ സ്റ്റോർ എന്ന് പറയുന്ന വലിയൊരു മാഫിയ സംഘം തന്നെയുണ്ട്. അപ്പം ഇനിയിപ്പോൾ ക്യാൻസറിന് ഇല്ലാത്ത കൊണ്ടുവരട്ടെ, അങ്ങനെ ഒരു വാക്സിനേഷൻ ഉണ്ടെങ്കിൽ അത് ഞാൻ അഭിമാനിക്കുന്നു. അതിന് വീണ ജോർജിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഏറ്റവും വലിയൊരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കൊണ്ടുവരട്ടെ, നല്ല കാര്യം തന്നെ. പക്ഷേ ഇപ്പോൾ ഈ ക്യൂബൻ മന്ത്രിയെ കാണാൻ പോയടത്തുനിന്ന് രാവിലെ മീറ്റിംഗ് അവിടെ കഴിഞ്ഞിട്ട് എന്നാ പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ മറ്റേ മന്ത്രിയെ കൂടെ ഒന്ന് കണ്ടിട്ട് പോവാ എന്ന് കരുതി. അത് അവിടെ വെറുതെ ഇരിക്കുകയല്ലേ. ചുമ്മാ പുള്ളി അവിടെ ഇങ്ങനെ ബോറടിച്ചിങ്ങനെ ഇരിക്കുകയല്ലേ. ഞാൻ അങ്ങോട്ട് ചെന്ന ഉടനെ വാതിൽ തുറക്കും, എനിക്ക് കാണാം, ഇപ്പൊ എല്ലാം ശരിയാക്കി തരാം എന്ന് പറയുന്നതാണോ നമ്മുടെ കേരളത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോകുന്ന ആരോഗ്യമന്ത്രി? പക്ഷേ ഇത് പിന്നെ അല്പം കൂടി തന്ത്രപരമായിട്ട് അങ്ങനെ ഈ ആശാപ്രവർത്തകരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അത് പരിഹരിക്കാനുമുള്ള നീക്കമായിരുന്നുവെങ്കിൽ പക്ഷെ വീണ ജോർജ് ഇന്ന് പറയുന്നത് മുൻകൂട്ടി അറിയിച്ചിരുന്നു. ആശാ വർക്കേഴ്സിന്റെ സമരം തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ മന്ത്രിയെ കാണണമെന്നുള്ളത് അറിയിച്ചിരുന്നു, അതിന് വേണ്ടുന്ന അപേക്ഷ നൽകിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് എന്തിനാണ് ഇപ്പോൾ തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുന്ന ഈ ക്യൂബൻ സന്ദർശനവുമായിട്ട് ക്യൂബൻ മന്ത്രിയെ കാണാനുള്ള സന്ദർശനത്തിൽ വീണ്ടും അപേക്ഷ കൊടുത്തതിന്റെ ഇതാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം അങ്ങനെ കൊടുത്തിരുന്നു, അന്ന് അനുവദിച്ചില്ല. ഇപ്പോഴും കാണാൻ പറ്റാഞ്ഞത് മന്ത്രി പാർലമെന്റ് ഇപ്പം സമ്മേളനം നടക്കുവാണല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണാൻ പറ്റത്. കാരണം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പം നാട്ടുകാർ പൊങ്കാല ഇടുമെന്ന് വീണ ജോർജിന് വ്യക്തമായിട്ട് അറിയാം, അല്ലേ? അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു പിന്നെ ക്യൂബയിലെ കാര്യങ്ങൾ സംസാരിച്ചു, ഒരു അത്താഴ വിരുന്നിലും പങ്കെടുത്തില്ലേ. അപ്പം വെറുതെ ആയി പോയില്ല യാത്ര എന്നുള്ളതാണ്. പിന്നെ ഉദ്ദിഷ്ട കാര്യം അത് വേറെ. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് പട്ടി അന്തയ്ക്ക് പോയ പോലെ ആയിപ്പോയി എന്നുള്ളത്.